ഹോട്ട് ടീ ആൻഡ് ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ വടകരയിൽ ഷാഫി പറമ്പിൽ എംപിയെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞതിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് കോൺഗ്രസും യുഡിഎഫും. ഇന്നലെ ക്ലിഫ് ഹൗസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് അക്ഷരാർത്ഥത്തിൽ യുദ്ധക്കളമായി. വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസിന്റെ കേസ്. വടകരയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരോട് ഷാഫി പറമ്പിലും മോശമായി പെരുമാറിയെന്ന് ഡിവൈഎഫ്ഐ നേതൃത്വം ആരോപിച്ചു. ഹോട്ട് ടീ ആൻഡ് ടോക്ക് പരിശോധിക്കുകയാണ്. ഷാഫിയെ തടയണമോ? വിഷയത്തിൽ അതിഥികളായി ശ്രീ ജയദേവൻ, ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ പ്രസിഡന്റ്, ഒപ്പം തന്നെ മുഹമ്മദ് ഷമ്മാസ്, KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നിവരാണ് അതിഥികളായി ചേരുന്നത്. ആദ്യം ശ്രീ ജയദേവനിലേക്കാണ്. ശ്രീ ജയദേവൻ, സ്വാഗതം. ഷാഫി പറമ്പിൽ MPയെ എന്തിനാണ് തടയുന്നത്? ഇവിടെ ഇന്നലെ തന്നെ ഡിവൈഎഫ്ഐ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു, ഷാഫി പറമ്പിലിനെ തടയുക എന്നത് ഡിവൈഎഫ്ഐ സമരരീതിയല്ല. ഡിവൈഎഫ്ഐ ഷാഫി പറമ്പിലിനെ തടയാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല. ഷാഫി പറമ്പിലിനെതിരായ പ്രതിഷേധം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഞങ്ങൾ പാലക്കാട്ടിലെ ജനങ്ങളാണ്. ഇവിടെ ഇങ്ങനെയൊരു രാഷ്ട്രീയ മാലിന്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ മാലിന്യത്തെ പാലക്കാട്ട് കൊണ്ടുവന്ന് തള്ളിയതിൽ ഷാഫിക്ക് കൈയൊഴിയാൻ വേണ്ടി കഴിയുമോ? വലിയൊരു ചോദ്യമാണത്. ഇത്രയും വലിയ കോലാഹലങ്ങൾ ഈ നാടിനകത്തുണ്ടായി. ഒരു ജനപ്രതിനിധി, ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെയാവാൻ പാടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരാളായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി. ഇത്രയും വലിയ കോലാഹലങ്ങൾ ഉണ്ടാകുമ്പോൾ എന്റെ കൊച്ചനുജൻ എന്ന് പറഞ്ഞ് ഈ പാലക്കാട്ടിലെ വീടുകൾ കയറി രാഹുലിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് നടന്ന ഷാഫി ബീഹാറിലേക്ക് വണ്ടി കയറി. തിരിച്ച് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ രാഹുലിന്റെ ഈ ചെയ്തികളെ ഒരു വാക്കുകൊണ്ട് പോലും ഒന്ന് തള്ളിപ്പറയാൻ ഷാഫി തയ്യാറായോ? അപ്പോ ഇവിടെ രാഹുലിന്റെ ഗോഡ് ഫാദറായിട്ടാണ് ഷാഫി പ്രവർത്തിച്ചത്. കെട്ടി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചൊരു ബൈ ഇലക്ഷൻ ആയിരുന്നു പാലക്കാട് ബൈ ഇലക്ഷൻ. ആ ബൈ ഇലക്ഷനിൽ ഓരോ വീട്ടിലും കയറി ചെന്ന് എന്റെ കൊച്ചനുജനാണ്, ഇവനെ നിങ്ങൾക്ക് വിശ്വസിക്കാം, എന്നെ എങ്ങനെയാണോ വിശ്വസിച്ചത് അതുപോലെ നിങ്ങൾക്ക് വിശ്വസിക്കാമെന്ന് പറഞ്ഞ് ഓരോ വീടും കയറി ചെന്ന് പരിചയപ്പെടുത്തിയ രാഹുലിനെ ഷാഫിക്ക് കൈയൊഴിയാൻ വേണ്ടി കഴിയുമോ? രാഹുലിന്റെ ഗോഡ് ഫാദറാണ് ഷാഫി. രാഹുലിന്റെ ജയദേവൻ, അതിന്റെ പേരിൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ജനപ്രതിനിധിയെ തടയേണ്ടതുണ്ടോ? അത് മാത്രമല്ല, വടകരയിൽ വെച്ചാണ് തടയുന്നത്. UDF അല്ലെങ്കിൽ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത് അത് വടകരയിൽ തോറ്റതിന്റെ ചുരുക്കാണ് എന്നുള്ളതാണ്. ഒരിക്കലുമല്ല. നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് നന്നായി അറിയുന്ന ഒരു കാര്യമാണ്, ഷാഫി ഒരു വലിയ നാടകക്കാരനാണ്, രാഷ്ട്രീയ നാടകം കളിക്കുന്ന ഒരാളാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തെ എങ്ങനെയാണ് തിരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ഷാഫി. ഷാഫിന്റെ തിരക്കഥയിൽ ഒരുങ്ങിയ നാടകമാണ് ഇന്നലെ വടകരയിൽ നടന്നത്. ജനാധിപത്യ പ്രക്രിയയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്നതിനപ്പുറത്തായി ജനങ്ങളാണ് വലുത് എന്ന് ഷാഫി മനസ്സിലാക്കണം. ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ആ പ്രതിഷേധത്തെ അതേ നിലയിൽ പ്രതികരിക്കുകയല്ല ജനപ്രതിനിധി ചെയ്യേണ്ടത്. അവരുടെ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ എന്തിനാണ് ഷാഫിക്ക് ഇത്ര പൊള്ളുന്നത്? ഷാഫി ഇന്നലെ പറഞ്ഞത് എന്റെ വായടപ്പിക്കാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത്, ഷാഫി വായടക്കുകയല്ല ചെയ്യേണ്ടത്, വായ തുറക്കുകയാണ് ചെയ്യേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഈ പറയുന്ന പ്രതിഷേധങ്ങൾ, ഈ പറയുന്ന വിഷയങ്ങൾ വരുമ്പോ ഷാഫി വായടച്ചിരിക്കുകയല്ല, വായ തുറക്കുകയാണ്. ആ പോയിന്റ് വ്യക്തമാണ്. ജയദേവൻ, തുടരുക. ശ്രീ ഷമ്മാസ്, ഇതിലിപ്പോൾ ഡിവൈഎഫ്ഐ പറയുന്ന അല്ലെങ്കിൽ CPIM പറയുന്നത് പോലെ അവർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു, ഷാഫി പറമ്പിൽ തടയില് അവരുടെ ലക്ഷ്യമല്ല, അവർ സ്വാഭാവികമായിട്ടുള്ള ജനങ്ങളുടെ രോഷമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. എന്തുകൊണ്ടാണ് ആ ജനരോഷം ഉണ്ടാകുന്നത്? ഷാഫി പറമ്പിൽ MP ആണ്. അദ്ദേഹം ഒഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ പിന്മുറക്കാരനായി രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ടേക്ക് കൊണ്ടുപോകുന്നത്, യൂത്ത് കോൺഗ്രസിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരുന്നത് ഉൾപ്പെടെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ രക്ഷകർത്തൃത്വം എല്ലാ കാലത്തും മുന്നിൽ കൊണ്ടു നടന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. അത് അദ്ദേഹം പോലും നിഷേധിക്കുന്നില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ സ്വാഭാവികമായ ഒരു ജനരോഷം മാത്രമല്ലേ അത്? ബിനിൽ, ഇവിടെ എങ്ങനെയാണ് ഇതൊരു ജനരോഷമായിട്ട് വ്യാഖ്യാനിക്കാൻ വേണ്ടി കഴിയുന്നത്? കേവലം ചില DYFI നേതാക്കളും ഈ ഇവർക്ക് എന്ത് പേക്കൂത്തും കാണിക്കാമെന്ന രീതിയിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഷാഫി പറമ്പിൽ 1,14,516 വോട്ടിന് ഇവരുടെ എല്ലാ പ്രചരണങ്ങളെയും അതിജീവിച്ച് ഈ പറഞ്ഞ
ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവെന്ന് ഇവർ വിശേഷിപ്പിച്ച് സൈബർ ഇടത്തിൽ ഉൾപ്പെടെ ഇവർ ആഘോഷിച്ചു കൊണ്ട് നടക്കുന്ന സാക്ഷാൽ ശൈലജ ടീച്ചർ പോയി മത്സരിച്ച് വലിയ രാഷ്ട്രീയ പ്രചരണവും കുപ്രചരണവും കാപ്പി സ്ക്രീൻഷോട്ടും അങ്ങനെ എന്തെന്നില്ലാത്ത തെരഞ്ഞെടുപ്പ് മേഖലയിലെ എല്ലാ പൊടിക്കൈകളും ഇവർ പ്രയോഗിച്ചിട്ടും ഷാഫി പറമ്പിൽ വടകരയിൽ വിജയിച്ചു വന്നതിൻ്റെ ജാള്യത ഇവർക്ക് ഇതുവരെയും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഇവിടെ കാണുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ പറഞ്ഞു കേട്ടു പാലക്കാട് അടിച്ചേൽപ്പിച്ച് തെരഞ്ഞെടുപ്പാണ് എന്നൊക്കെ. പാലക്കാട് ബൈ ഇലക്ഷൻ വന്നതുപോലെ തന്നെയാണ് ചേലക്കര ഉൾപ്പെടെ ബൈ ഇലക്ഷൻ നടന്നത്. ഒരു ഉത്തരവാദിത്തപ്പെട്ട MLA ഉൾപ്പെടെ ആയി നിൽക്കുന്ന ആളുകൾ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതൊക്കെ സാധാരണയാണ്. ഏതെങ്കിലും തരത്തിൽ വാദഗതികൾ ഉന്നയിക്കാൻ രാഹുലിനെ ഞങ്ങൾക്ക് അടിച്ചേൽപ്പിച്ചതാണ് അല്ലെങ്കിൽ പാലക്കാട് ബൈ ഇലക്ഷൻ അടിച്ചേൽപ്പിച്ചതാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഭാഗം കൂടെ ഒന്ന് ചിന്തിച്ച് അത്തരം പരാമർശങ്ങളൊക്കെ നടത്തുന്നത് നന്നായിരിക്കും. പിന്നെ ഷാഫി പറമ്പിലിനെ സംബന്ധിച്ച് ഈ പറയപ്പെട്ട ഏത് ഘട്ടത്തിലും ഷാഫി പറമ്പിൽ വളരെ ഉത്തരവാദിത്തപ്പെട്ട വടകരയുടെ MP എന്നതിനോടൊപ്പം തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ്. ഈ പറയപ്പെട്ട ഒരു ആരോപണത്തിൻ്റെ നിലയിൽ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഒരു വിഷയത്തിന് മുന്നിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി നടപടി സ്വീകരിക്കുമ്പോൾ ഈ പറയപ്പെട്ട ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതൃത്വം തന്നെയാണ് നടപടി സ്വീകരിച്ചത്. അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം അദ്ദേഹം രാജിവെക്കേണ്ടുന്ന സാഹചര്യം നിലപാട് പാർട്ടി എടുത്തത്, പാർട്ടിയിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്ത് ഉൾപ്പെടെയുള്ള നടപടികൾ ഈ പറയപ്പെട്ട ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതൃത്വം തന്നെയാണ് എടുത്തത്. പിന്നെ എങ്ങനെയാണ് ഇവർ ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഷാഫി പറമ്പിൽ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിലൊരു നിലപാട് സ്വീകരിക്കുന്നത്? വളരെ ആധികാരികമായി തന്നെ ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പൊതുമധ്യത്തിൽ എവിടെയും ഒളിച്ചോടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഈ പറഞ്ഞ ജനങ്ങൾക്കിടയിൽ സാധാരണക്കാരായവരുടെ പ്രശ്നങ്ങൾക്കിടയിൽ പരിപാടികൾക്കിടയിൽ സജീവമായി അദ്ദേഹം രംഗത്തുണ്ട്. ഇവിടെ ഒരു കാര്യം CPIM DYFI ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് നോക്കൂ. ഇന്നലെ അവിടെ ഒരു പ്രതിഷേധമുണ്ടായി. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിഷേധം ഉണ്ടാവുമല്ലോ. നിങ്ങൾ തിരിച്ചങ്ങോട്ടേക്കും അവിടുന്ന് ഇങ്ങോട്ടേക്കും എല്ലാം രാഷ്ട്രീയപരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും. അതിൽ ഷാഫി പറമ്പിൽ എടുത്തിട്ടുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ നടപടി അത് ശരിയായിരുന്നോ? അത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി, ഒരു മുതിർന്ന നേതാവ്, KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന വ്യക്തിക്ക് യോജിച്ച ഒരു നടപടിയാണോ? തെരുവിൽ പ്രതിഷേധിക്കുന്നവരോട് അതേ മട്ടിൽ പുറത്തിറങ്ങി കൈ ചൂണ്ടി തർക്കിക്കുക അല്ലെങ്കിൽ അവരുമായിട്ട് കൊമ്പുപോർക്കുന്ന ഒരു സ്ഥിതി, അത് ആ വിധത്തിൽ നല്ലൊരു കാഴ്ചയായിരുന്നു? അല്ല, പ്രതിഷേധത്തെ ഒന്നും ആരും ഇപ്പോൾ എവിടെയും തള്ളിപ്പറഞ്ഞില്ല. ഒന്ന്, ഇവരുടെ പ്രതിഷേധത്തിന്റെ മുദ്രാവാക്യം എന്താണെന്നുള്ളൊരു വ്യക്തത വേണ്ടേ? DYFI സംബന്ധിച്ച് എന്താണ് ഷാഫി പറമ്പിലിനെതിരെയുള്ള സമരത്തിന്റെ ആവശ്യം? എന്താണ് ഇവരുടെ പ്രതിഷേധം? എന്താണ് ഇവരുടെ മുദ്രാവാക്യം? അങ്ങനെ ഒരു തരത്തിലുള്ള അഡ്രസ്സില്ല, ഒരു മുദ്രാവാക്യം പോലും ഇല്ലാതെ ഇവരിങ്ങനെ കോപ്രായം കാട്ടിക്കൂട്ടുമ്പോൾ അതെല്ലാം അങ്ങ് കണ്ട് ഞങ്ങളിങ്ങനെ സമാധാനത്തിന്റെ വിശുദ്ധ നേതാക്കന്മാരായി നിൽക്കണം, അല്ലെ ഈ പറഞ്ഞതുപോലെ അവരെന്ത് കോപ്രായം കാണിച്ചാലും അതിനെയൊക്കെ അംഗീകരിച്ച് കൈവീശി കാണിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള രീതി ഒന്നും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ഷാഫി പറമ്പിലിനെ പോലെ കേരളത്തിലെ യുവാക്കളെ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ഈ രീതിയിൽ ഇവർ പരസ്യമായി പൊതുമധ്യത്തിൽ തടയാനും വഴിയിൽ തടയാനൊക്കെ ഉള്ള രീതിയാണെങ്കിൽ അതിനെ ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്ന രീതി വരും. അദ്ദേഹത്തിന്റെ എല്ലാ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഏത് ഘട്ടത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചത്? അദ്ദേഹത്തിന് തെറി വിളിക്കുന്ന സാഹചര്യം, അദ്ദേഹത്തിന് കാറിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം, പോലീസ് ഉൾപ്പെടെ അവിടെ ഉണ്ടായിട്ടും ഒരു MPക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ ഈ പറഞ്ഞ ടൗണിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം, അതൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള സമരത്തെയും കണ്ട് വളർന്നതിനൊക്കെ നേതൃത്വം നൽകിയിട്ടുള്ള ആളുകൾ തന്നെയാണ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആളുകൾ. ഇങ്ങനെയാണ് ഒരു സമരം നടത്തുക, ഇങ്ങനെയാണ് ഒരു പ്രതിഷേധം നടത്തേണ്ടത്? സ്വാഭാവികമായും അദ്ദേഹം തെറി വിളിക്കുന്ന ഉൾപ്പെടെയുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ വളരെ വ്യാപകമായ വിവിധ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പല ആളുകൾക്ക് നേരെയും കരിങ്കൊടി പ്രതിഷേധങ്ങൾ കണ്ടിട്ടുണ്ട്. അന്ന് അവിടെ അതിനൊരു വിരുദ്ധമായിട്ടുള്ള കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളത് കഴിഞ്ഞ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ SFI പ്രവർത്തകരോട് അതേ ഭാഷയിൽ തന്നെ പ്രതികരിക്കുന്നതാണ്, അല്ലെങ്കിൽ അതേ വിധത്തിൽ തെരുവിൽ പോരടിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. CPIMന്റെ ഏതെങ്കിലും മന്ത്രിമാരെ കരിങ്കൊടി കാണിക്കുമ്പോൾ അവർ പുറത്തിറങ്ങിയിട്ട് നിങ്ങളെ കാണിച്ചു തരാടാ എന്ന് പറയുന്ന ഒരു കാഴ്ച നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഷാഫി പറമ്പിലിന്റെ ഭാഗത്ത് നിന്ന് പക്വതയില്ലാത്തൊരു പെരുമാറ്റമല്ലേ ഉണ്ടായത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? അല്ലതെ, അങ്ങനെ ഒരു തരത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു പക്വതക്കുറവ് ഉണ്ടായിട്ടില്ല. വളരെ പരിണിതപ്രജ്ഞനായ നേതാവ് തന്നെയാണ് ഷാഫി പറമ്പിൽ. ഈ പറഞ്ഞ മന്ത്രിമാർ ഉൾപ്പെടെ പത്തനംതിട്ടയിൽ ആറന്മുളയിൽ ഈ പറഞ്ഞ മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധം ഉണ്ടായപ്പോൾ മന്ത്രി റോഡിൽ ഇറങ്ങിയിട്ടില്ലേ? അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താ? എന്തെങ്കിലും വീണ ജോർജിനെതിരെയുള്ള പ്രതിഷേധം ഒരു ജനകീയ വിഷയം ഉയർത്തിപ്പിടിച്ച് മന്ത്രിക്കെതിരെയുള്ള സാധാരണ ഒരു വിഷയം ഉയർത്തിയിട്ടുള്ള പ്രതിഷേധമാണ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ ഉണ്ട്. ഇവിടെ ഷാഫി പറമ്പിലിനെതിരെ എന്ത് മുദ്രാവാക്യം DYFIക്ക് ഇങ്ങനെ വഴി തടയാനും ഇങ്ങനെ സമരം ചെയ്യാനും എന്താണ്
ഷാഫി പറമ്പിലിനെതിരെയുള്ള അലിഗേഷൻ, ഈ പറഞ്ഞ ഏതെങ്കിലും തരത്തിൽ ഷാഫി പറമ്പിലിനെതിരെ ഒരു പരാതി ഉണ്ടോ, ഷാഫി പറമ്പിലിന്റെ പേരിൽ ഏതെങ്കിലും ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ടോ, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഷാഫി പറമ്പിലിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് ഈ നിമിഷം ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തു എന്ന് പറയുന്നു, ഷാഫി പറമ്പിലിനെതിരെ കേസെടുത്തിട്ടുണ്ടോ? അങ്ങനെ ഒരു തരത്തിലും ഒരു നിലവാരവും ഇല്ലാത്ത രീതിയിലേക്ക് പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി വടകരയുടെ എംപിയും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ വർക്കിംഗ് പ്രസിഡന്റുമായ ഷാഫി പറമ്പിലിനെ പോലൊരു വ്യക്തിയെ അധിക്ഷേപിച്ചും തെറി പറഞ്ഞും ഈ പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട ഡിവൈഎഫ്ഐ നേതാക്കന്മാർ രംഗത്ത് വരുമ്പോൾ അതൊക്കെ കേട്ടിട്ട് പോകാൻ പറ്റില്ല. അത് ഷാഫി പറമ്പിൽ എന്ത് പക്വതക്കുറവെന്ന് നിങ്ങൾ പറഞ്ഞാലും ഉത്തരവാദിത്തപ്പെട്ട ഒരു എംപി എന്ന നിലയിലും ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ നേതാവ് എന്ന നിലയിലും അതിനെ ഒരു തരത്തിലും അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ ശ്രീ ജയദേവൻ, നോക്കൂ, ഇവിടെ ഷാഫി പറമ്പിൽ വ്യക്തിപരമായ ഒരു ഡിഫൻസീവ് ആയിട്ടുള്ള പൊസിഷനിൽ എത്തി നിന്നു എന്നുള്ളതാണ് പൊതുവിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നത്. രാഹുലിന് വേണ്ടി അദ്ദേഹം ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ്. നേരത്തെ രാഹുലിനെ അങ്ങനെ പൂർണ്ണമായി തള്ളിപ്പറയാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നൊരു വസ്തുത അവിടെ നിലനിൽക്കുകയാണ്. അങ്ങനെ ഡിഫൻസീവായ പൊസിഷനിൽ നിന്നിരുന്ന ഒരു വ്യക്തിക്ക് ഒരു ടേക്ക് എടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി മുന്നിലേക്ക് വരാൻ പറ്റുന്ന വിധത്തിൽ ഉള്ള ഒരു പ്രതിഷേധ പരിപാടിയായി പോയില്ലേ? അനൗചിത്യം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അനവസരത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രതിഷേധമായി പോയില്ലേ യഥാർത്ഥത്തിൽ ഇന്നലെ വടകരയിൽ ഉണ്ടായത്? എന്നോടാണോ? അതെ, ജയദേവനോടാണ്. ഇവിടെ ബഹുമാനപ്പെട്ട പാനലിസ്റ്റ് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയുണ്ടായി, ഷാഫി പറമ്പിലിനെതിരെ എന്ത് ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധിക്കുന്നതെന്ന്. കോൺഗ്രസിനകത്താണെങ്കിൽ പോലും ആർക്കാണെങ്കിലും ഷാഫിയും രാഹുലും തമ്മിലുള്ള ബന്ധം അറിയാത്തതാണോ? ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് സമയത്താണല്ലോ ഞങ്ങൾ രണ്ട് ശരീരവും ഒരു മനസ്സുമാണെന്നും സ്വന്തം അടിവസ്ത്രങ്ങൾ വരെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഉടുക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞത് ഷാഫിയാണ്. മനസ്സിലായില്ലേ? രാഹുലിന്റെ ഓഫീസിനകത്ത് ഷാഫി പറമ്പിലിന്റെ ഫോട്ടോ ആണ് വെച്ചിട്ടുള്ളത്. മറ്റ് രാഹുൽ ഗാന്ധിയുടെയോ സോണിയാഗാന്ധിയുടെ ഫോട്ടോ അല്ല. ഇവർ തമ്മിലുള്ള ആത്മബന്ധം അത്രയും വലുതാണ് എന്നിരിക്കെ 2020 മുതൽ പുറത്തു വന്ന കഥകൾ കേട്ട് കഴിഞ്ഞാൽ 2020 മുതലാണ് ഗർഭിണിയാക്കി ആ ഗർഭാവസ്ഥയിൽ അലസിപ്പിക്കാൻ വേണ്ടി നടക്കുന്നു എന്നാണ് പറഞ്ഞത്. എത്ര ഉളുപ്പോടുകൂടിയാണ് നിങ്ങൾ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത്? അല്ല, പക്ഷെ ആരോപണങ്ങളെല്ലാം ഷാഫി പറമ്പിലിനെതിരെ അല്ലല്ലോ, രാഹുലിനെതിരെ അല്ലേ ജയദേവൻ? ഇവിടെ ഷാഫി അതിനെതിരെ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഈ അറിഞ്ഞു വെച്ച് കാര്യങ്ങളെ മൂടി വെക്കുന്ന തരത്തില് ഷാഫി ഈ വിഷയത്തിനകത്ത് രാഹുലുമായിട്ടുള്ള ഇങ്ങനെ ഈ പ്രശ്നം ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറയാൻ വേണ്ടി കഴിയുമോ ഷാഫിക്ക്? ഷാഫി ഇതെല്ലാം അറിഞ്ഞ് അതിന് കൂട്ടുനിൽക്കുകയായിരുന്നു, ആ ക്രൈമിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്തത്. കുറ്റം ചെയ്തവരെ പോലെ തന്നെയാണ് അത് മറച്ചു വെക്കുന്നവരും. അപ്പോ സ്വാഭാവികമായിട്ടും ഈ കുറ്റകൃത്യത്തിൽ നിന്ന് ഷാഫിക്ക് ഒളിച്ചോടാൻ വേണ്ടി കഴിയില്ല. രാഹുലിന്റെ കൂട്ടുനിൽക്കുന്ന രൂപത്തിലേക്ക് മാറി എന്നുള്ളത് ഇവിടെ പകൽ പോലെ വ്യക്തമാണ്. പാലക്കാട് മണ്ഡലത്തിനകത്തെ ആളുകൾക്കറിയാം. പിന്നെ ഇന്നലെ ഉണ്ടായ വിഷയം, ഷാഫിയെ ഞങ്ങൾ കുറെ കാലമായി പാലക്കാട്ടിലെ ആളുകൾ കാണുന്നതാണ്. എന്തെല്ലാം ഷോ വർക്കുകൾ നടത്തും എന്നുള്ളതിനെ കുറിച്ചും നന്നായിട്ട് അറിയാം. ഇവിടെ ആങ്കർ തന്നെ പറഞ്ഞല്ലോ, ഇവിടെ തുടർഭരണം ലഭിച്ചതോടുകൂടി, ഇടതുപക്ഷ സർക്കാരിന്റെ തുടർഭരണം ലഭിച്ചതോടുകൂടി കോൺഗ്രസിന് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയായിരുന്നു. ഏത് വിഷയത്തിനകത്തും പ്രതികരിക്കുക, മന്ത്രിമാരെ തടയുക, കരിങ്കൊടി കാണിക്കുക, എന്തെല്ലാം വിഷയങ്ങളുണ്ടായി. ഇവിടെ കെട്ടിടം തകർന്നു വീണതിൽ ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധം ഉണ്ടായില്ലേ? അതുപോലെ തന്നെ മന്ത്രിമാർക്കെതിരെ പ്രതിഷേധം ഉണ്ടാവില്ലേ? മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം. എന്നാൽ മുഖ്യമന്ത്രിയുടെ പ്രതിഷേധം നടക്കും, മുഖ്യമന്ത്രി പ്രതിഷേധക്കാർക്കിടയിലേക്ക് ഇറങ്ങിപ്പോയി. എന്നെ എന്തിനാണ് ഇങ്ങനെ ചീത്ത വിളിക്കുന്നത് എന്നല്ലല്ലോ ചോദിച്ചത്. ജനാധിപത്യ പ്രക്രിയയിൽ എംപിയും MLA-യും മന്ത്രിയും ഒന്നുമല്ല വലുത്, തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളാണ് വലുത്. അവരുടെ ജനകീയ പ്രതിഷേധത്തെ കണ്ടില്ല എന്നടിക്കാൻ വേണ്ടി കഴിയില്ല. വിമർശനങ്ങൾ ഉയരുമ്പോ അതിനകത്ത് അസഹിഷ്ണുത പൂണ്ടുകൊണ്ട് ഒരു കാര്യമില്ല. ഷാഫി മറുപടി പറയാൻ തയ്യാറട്ടെ, ഈ കേരളത്തിലെ ജനസമൂഹത്തോട് മറുപടി പറയട്ടെ. രാഹുലിനെ അതിന് വളരെ വേഗത്തിൽ ഒരു മറുപടി നമുക്ക് ചോദിക്കാം. ഷമ്മാസ്, വിമർശനങ്ങളോട് അസഹിഷ്ണുതയാണോ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ഷാഫി പറമ്പിലിനും എല്ലാം? എന്തിന് വളരെ കൃത്യമായി ഷാഫി പറമ്പിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ നിലപാടും ഈ പറഞ്ഞ വിമർശനങ്ങളോടൊക്കെ മറുപടിയും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പൊതുമധ്യത്തിലുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇവിടെ പറയപ്പെടുന്നു ഞാൻ അദ്ദേഹം പറയുമ്പോൾ വളരെ സഹിഷ്ണുതയോട് കേട്ടിരുന്നു. ഈ എനിക്ക് ഇദ്ദേഹത്തെ ഈ ആവേശം കാണുമ്പോൾ, ഈ ജയദേവൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ആവേശം കാണുമ്പോൾ, അങ്ങയുടെ സ്വന്തം ജില്ലയിൽ ഈ പറഞ്ഞ കൃഷ്ണകുമാറിനെതിരെ ഒരാരോപണവും പരാതിയൊക്കെ വന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിലൊക്കെ സജീവമായി നിന്ന് നിങ്ങൾ അവരെ തടയാൻ പോകണ്ട. ഒരു പ്രസ്താവന, ഒരു പ്രതികരണം BJP നേതാവിനെതിരെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കണ്ടില്ലല്ലോ.
നിങ്ങൾ വഴിയിൽ കൃഷ്ണകുമാറിനെയോ ബി ജെ പി നേതാക്കളെയോ ബി ജെ പിയുടെ സമുന്നതരായ നേതാക്കളോ സംസ്ഥാന പ്രസിഡന്റ് അവരുടെ ഏതെങ്കിലും നേതാക്കളെയോ വഴിയിൽ തടയാൻ നിങ്ങൾ പോകണ്ട. നിങ്ങളൊരു പ്രതിഷേധം, ഒരു പ്രസ്താവന, ഒരു പത്രക്കുറിപ്പെങ്കിലും ആ വിഷയത്തിൽ പ്രകടിപ്പിക്കാത്ത നിങ്ങൾ എന്ത് ധാർമ്മികതയാണ് ഉയർത്തിപ്പിക്കുക? എന്ത് ആദർശമാണ് നിങ്ങൾ പറയുന്നത്? ഇതാണോ നിങ്ങളുടെ സമീപനം? ബി ജെ പിയോടൊന്ന് അങ്ങനെയാണോ ജയദേവൻ? CPIM-ന് കോൺഗ്രസിനോട് മാത്രമാണോ? ബി ജെ പിയോട് സോഫ്റ്റ് കോർണർ ആണോ? ഞാൻ പറയട്ടെ, പറഞ്ഞോളൂ. നല്ല ന്യായീകരണം. ഇവിടെ പാലക്കാട്ടിലെ പ്രശസ്തമായതാണ് മലമ്പുഴയിലെ കാനായി കുഞ്ഞിരാമന്റെ യക്ഷി. മലമ്പുഴ ഡാമിലെത്തി എല്ലാവർക്കും കാണാം ആ ശില്പത്തെ. ആ ശില്പത്തിന്, ആ യക്ഷിക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അതിൽ മെസ്സേജ് അയക്കുന്ന ആളായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയല്ലോ. ഗൂഗിൾ പേയിലൂടെ മെസ്സേജ് അയക്കാൻ വേണ്ടി കഴിയുന്ന ഒരാളായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയല്ലോ. നിങ്ങൾ നല്ല ന്യായീകരണമാണ് നടത്തിയത്. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾ അവർക്കെതിരെ പ്രതിഷേധിക്കൂ എന്നാണ് പറഞ്ഞത്. ഈ പറച്ചലിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തെ മാറോട് ചേർത്ത് പിടിക്കുന്ന രൂപത്തിലാണ് കോൺഗ്രസിന്റെ സമീപനമുള്ളത്. പാലക്കാടിലെ ജനതയുടെ പ്രിയപ്പെട്ട ഷമ്മാസെ, ഇന്ന് രാവിലെ ഞങ്ങൾ ഒരു സമരം കഴിഞ്ഞിട്ട് വരിക. പാലക്കാടിലെ മണ്ഡലത്തിനകത്തെ ഓരോ വീടുകളും കയറി ഇതുപോലൊരു MLA കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ള അഭിപ്രായം ആരാഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുമ്പോ പാലക്കാടിലെ ജനത ചൂലെടുത്താണ് നിൽക്കുന്നത്. ഇങ്ങനെയൊരു രാഷ്ട്രീയ മാലിന്യത്തെ ഞങ്ങളുടെ മണ്ഡലത്തിലേക്ക് കൊണ്ടുചെന്നിറക്കി ഞങ്ങളുടെ അഭിമാനമാണ് ഞങ്ങളുടെ MLA എന്ന് പറയുന്നതിന് അപ്പുറത്തായി അപമാനമാണ് MLA എന്ന് വരുത്തി തീർത്തിയ ഷാഫി പറമ്പിലെ ചൂലെടുത്ത് അവിടെ ആളുകൾ നിൽക്കുന്നുണ്ട്. ആ വരും ദിവസങ്ങളിൽ നിങ്ങൾ പറഞ്ഞല്ലോ ജനകീയ രോഷം ഇല്ല എന്നുള്ളത്. ജനരോഷം എന്താണ് എന്നുള്ളത് അറിയും. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഒന്ന് കാലുകുത്തിക്കോട്ടെ. DYFI പ്രഖ്യാപിച്ചതിന് അപ്പുറത്തായി നാട്ടിലെ ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വീകരിക്കുന്നതിന് കൂടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇവിടെ എല്ലാ വിഷയത്തിലും ഒരേ തരത്തിൽ തന്നെയാണ് DYFI നിലപാടെടുത്തിട്ടുള്ളത്. ഇവിടെ ഇതിനോടൊപ്പം തന്നെയാണല്ലോ BJP നേതാക്കളുടെ വന്ന സമയത്ത് DYFI അതിനെതിരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ അതും ഇതും ഒരേ തരത്തിൽ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കരുത്. രാഹുൽ ചെയ്തത് എന്തൊക്കെയാണ് എന്നുള്ളത് ഷമ്മാസിന് അംഗീകരിക്കാൻ വേണ്ടി കഴിയുമോ? ഈ യൂത്ത് കോൺഗ്രസ്സുകാരുടെ വീട്ടിലോ KSUക്കാരുടെ വീട്ടിനകത്തേക്കോ കയറ്റാൻ വേണ്ടി കഴിയുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? വളരെ വ്യക്തമായി ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ജനകീയ സമരം ഉണ്ടാകുന്നത്. അപ്പോൾ ഷാഫി പറമ്പിൽ സ്വാഭാവികമായി ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരില്ലേ? കാരണം ഷാഫി അല്ലായിരുന്നോ പൊളിറ്റിക്കൽ ഗോഡ് ഫാദർ രാഹുലിന്റേത്? ഷമ്മാസ്, ആങ്കർ ചോദിക്കേണ്ട ഒരു കാര്യം, ഷാഫിക്ക് എന്തുകൊണ്ട് ഞാൻ വരാം, ജയദേവനിലേക്ക് വരാം. ഒരു മിനിറ്റ് വരാം. ഷമ്മാസ് പറയൂ. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, ഞാൻ വളരെ കൃത്യമായതൊരു മറുപടി. ഞാനൊരു സാന്ദർഭിക ചർച്ചക്കിടയിൽ BJPയോടുള്ള നിങ്ങളുടെ സമീപനം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല. എന്തോ ആവട്ടെ, ഞാൻ താങ്കൾ ചോദ്യത്തിലേക്ക് വരാം. വളരെ കൃത്യമായി ഈ പറയപ്പെട്ട ജയദേവനെതിരെ ഒരു നാളെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചാൽ, ഒരു ആരോപണം വന്നാൽ, ഈ രാഹുലിനെതിരെ സമാനമായ രീതിയിലുള്ള ഒരു ആരോപണം ഈ പറയപ്പെട്ട DYFI നേതാവ് ജയദേവനെതിരെ വന്നാൽ DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയോ സംസ്ഥാന പ്രസിഡന്റോ അതിന്റെ പേരിൽ രാജിവെക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വഴി തടയാൻ പറ്റുമോ? അങ്ങനെ ആ രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു ആരോപണങ്ങളുടെ പേരിൽ പശ്ചാത്തലത്തിൽ ആ രീതിയിലേക്കാണ് പ്രതിഷേധം പോകുന്നത് എങ്കിൽ എങ്ങനെയാണ് നമുക്കതിനെ നോക്കിക്കാണാൻ കഴിയുക? ഇങ്ങനെ ഒരു സമീപനമുണ്ട്. DYFIക്ക് ഇത്രയും ആത്മാർത്ഥമായ സമീപനവും ജനവികാരം ഉയർത്തിപ്പിടിച്ച് ചൂലെടുത്ത് നടക്കുന്ന സമീപനമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഈ പറഞ്ഞ മുകേഷിനും മറ്റ് CPI പാലക്കാടിനുള്ള PK ശശിക്കും ഈ പറഞ്ഞ ഗണേശനും ശശീന്ദ്രനും അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പേരുകളുടെ ലിസ്റ്റ് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അവിടെയൊന്നും DYFIയുടെ ഈ ജനവികാരവും ഈ ചൂലെടുക്കലൊന്നും കണ്ടിട്ടില്ല. എന്തോ ആവട്ടെ, എന്ത് തന്നെയാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിലില്ല. അദ്ദേഹത്തെ പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിന്ന് ഉൾപ്പെടെ പാർട്ടി നീക്കം ചെയ്തിട്ടുണ്ട്. പിന്നെ ഷാഫി പറമ്പിലിനെതിരെ കുതിര കയറാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അതിന് എന്ത് വില കൊടുത്തും DYFI അല്ല, അതിൻ്റെ മൂത്ത ഏത് FI വന്നാലും ഈ സംസ്ഥാനത്തിനകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് വടകരയുടെ MP ഷാഫി പറമ്പിലിന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴാൻ കോൺഗ്രസ് പ്രവർത്തകർ അനുവദിക്കില്ല. അദ്ദേഹത്തിന് ഏത് രീതിയിൽ ജനപിന്തുണയോടുകൂടി അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ കവചം തീർത്തുകൊണ്ട് തന്നെ കോൺഗ്രസ് മുന്നോട്ട് പോകും. അതിന് നിങ്ങളുടെ ഒരു തരത്തിലുള്ള കുപ്രചരണങ്ങളും നിങ്ങൾ നടത്തുന്ന ആഭാസത്തരവും നിങ്ങളുടെ തെറിവിളിയും അതെന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്ത് അത് ഷാഫി പറമ്പിലിനുണ്ട്, ഇവിടുത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനുണ്ട്. അത് തിരിച്ചറിയേണ്ടുന്ന രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ പോക്കെങ്കിൽ അതിനും കോൺഗ്രസിന് മടിയൊന്നുമില്ല. ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആണ്. വളരെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരാൾ, ഒപ്പം തന്നെ MP ആണ്. ഉമ്മൻചാണ്ടിക്ക് ശേഷം വളരെ പോപ്പുലറായിട്ട് ജനപിന്തുണയുള്ള നേതാവ് എന്ന നിലയിൽ കോൺഗ്രസ് തന്നെ പ്രൊജക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ കോൺഗ്രസിലെ പ്രവർത്തകർക്കിടയിൽ വളരെ സ്വാധീനമുള്ള ഒരു നേതാവാണ്. അപ്പോൾ മറ്റൊരു വലിയ ജനനേതാവ് വളർന്നു വരുന്നത് തടയാനാണ് DYFIയും SFIയും CPMും ഈ വിധത്തിൽ രാഹുൽ കേസിൽ ഷാഫിയപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നൊരു പ്രതിരോധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ട്.
എന്റെ പ്രിയപ്പെട്ട ഷമ്മാസെ, ഞാനൊരു കാര്യം പറഞ്ഞു വെക്കാം. ഞങ്ങൾക്ക് ഷാഫിയെ വഴിയിൽ തടയണം എന്ന് ഡിവൈഎഫ്ഐ ഒരിക്കലും പ്രഖ്യാപിച്ചിട്ടില്ല. ഡിവൈഎഫ്ഐ അങ്ങനെ വഴിയിൽ തടയണം എന്ന് തീരുമാനിച്ചാൽ ഷാഫി പറമ്പിൽ വഴി നടക്കാൻ വേണ്ടി കഴിയോ? കേരളത്തിലെ ശക്തനായ നേതാവായിരുന്ന കരുണാകരന് പോലും ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധത്തിന്റെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഡിവൈഎഫ്ഐയുടെ ചൂടും ചൂരും എന്താണെന്നും സമരം നിങ്ങളൊന്ന് തീരുമാനിച്ചു നോക്കുന്നേ. ഷാഫി പറമ്പിലിനെ വഴിയിൽ തടയാൻ നിങ്ങളൊന്ന് ഡിവൈഎഫ്ഐ ഒന്ന് തീരുമാനിച്ചു നോക്ക്. ഷാഫി പറമ്പിലിനെ വഴിയിൽ തടയാൻ ഈ പറഞ്ഞ നിങ്ങൾ ഉയർത്ത വലിയ കുറ്റപത്രം ചാർത്തിയല്ലോ, അതിന്റെ പേരിൽ ഷാഫി പറമ്പിലിനെ അങ്ങ് വഴിയിൽ തടഞ്ഞു കളയാമെന്ന് ഡിവൈഎഫ്ഐക്ക് ഒന്ന് തന്റെ ഇടമുണ്ടെങ്കിൽ ഡിവൈഎഫ്ഐ ഒന്ന് തീരുമാനിച്ചു നോക്കുന്നേ. അപ്പൊ കാണാം എന്താണ് ഷാഫി പറമ്പിലെന്നും ഷാഫി പറമ്പിലെ ജനപിന്തുണ എന്താണെന്നും കേരളത്തിൽ ഷാഫി പറമ്പിൽ എത്രത്തോളം വിലമതിക്കുന്ന ഒരു നേതാവാണെന്നും അപ്പൊ കാണാം നിങ്ങൾക്ക്. അല്ല, ഞാൻ പറഞ്ഞു തരട്ടെ. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുത ഉണ്ടാവണം. നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഉണ്ടാതിരുന്നു. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പരമാവധി പ്രകോപിപ്പിച്ച് നിങ്ങൾക്ക് ഈ രാഹുൽ വിഷയം എങ്ങനെയെങ്കിലും തിരിക്കണം. അതിന് നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ് ഇതെല്ലാം തന്നെ. അതിൽ നിങ്ങൾ പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. ഷാഫിയെ ഒന്ന് തടഞ്ഞു നോക്ക്, അപ്പൊ നിങ്ങൾക്ക് വിഷയം വഴിതിരിച്ച് കിട്ടും. അപ്പൊ രാഹുലിന്റെ വിഷയം ആളുകൾ മറക്കും എന്നാണ് കരുതുന്നത്. നിങ്ങൾ അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഇരിക്കത്തേ ഉള്ളൂ. ഞങ്ങൾ എന്താണ് ഷാഫിക്കെതിരെ പറഞ്ഞിട്ടുള്ളത്? ഷാഫി എന്തുകൊണ്ട് പരസ്യമായി രാഹുലിനെ തള്ളി പറയാൻ തയ്യാറായിട്ടില്ല? ഷമ്മാസെങ്കിലും ഈ ചർച്ചയ്ക്ക് ശേഷം ഒന്ന് ഷാഫി പറമ്പിലുമായി ബന്ധമുണ്ടെങ്കിൽ എന്തേ ഒന്ന് തള്ളി പറയാത്തത് എന്നൊന്ന് ചോദിക്കണം. ഒരു പത്രസമ്മേളനത്തിലൂടെയെങ്കിലും ഇത്രയും തെമ്മാടിത്തരവും തെണ്ടിത്തരവും കാണിച്ച് വീടിനകത്ത് പോലും കയറ്റാൻ വേണ്ടി കഴിയാത്ത തരത്തിലേക്ക് ഷമ്മാസ് പ്രതിനിധാനം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഷാഫി പറമ്പിൽ ഒഴിഞ്ഞു മാറാൻ വേണ്ടി കഴിയോ? ഞങ്ങൾ ഒരേ ആത്മാവാണ് എന്ന് പറഞ്ഞു കിടന്ന ആൾ എന്തുകൊണ്ട് ഈ പ്രശ്നം വരുമ്പോ മാത്രം അയാൾക്കെതിരെ ഒരു വാക്ക് പോലും ഉരിയാടിയില്ലല്ലോ? പത്രസമ്മേളനം നടത്തി ബീഹാറിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം പത്രസമ്മേളനത്തിനകത്ത് രാഹുൽ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല, അദ്ദേഹത്തെ പരിപൂർണമായും തള്ളിപ്പറയുന്നു എന്ന് പറയാനുള്ള ആർച്ചവും എന്തുകൊണ്ടുണ്ടായില്ല? അങ്ങനെ തള്ളി പറഞ്ഞാൽ ഈ ഷാഫി പറമ്പിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാഹുലിന്റെ കയ്യിലുണ്ട്. രാഹുൽ അത് പുറത്തുവിടും. ആ ഭയമാണ് ഷാഫിക്കുള്ളത്. ആ ഭയമാണോ ഷാഫിക്കുള്ളത്? ഷാഫി അതുകൊണ്ടാണോ രാഹുലിനെ തള്ളി പറയാത്തത്? എന്ത് ഭയം? ഇദ്ദേഹം പറയുന്നു ഈ പറഞ്ഞ തോന്നിവാസത്തിനൊക്കെ എങ്ങനെ മറുപടി പറയാനാണ്? അദ്ദേഹം പറയുന്നത് രാഹുലാണ് ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഈ പറഞ്ഞതുപോലെ ഷാഫി പറമ്പിലാണ്, ഷാഫി പറമ്പിലൊക്കെ ഇതിനൊക്കെ കൂട്ടുപ്രതിയാണെന്നൊക്കെ പറയുന്നു. എടോ, നിങ്ങളല്ലേ ഈ പറഞ്ഞ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചു സ്വമേധയാ കേസെടുത്ത് രാഹുലിനെതിരെ കേസെടുത്തു. അങ്ങനെ തന്റെ ഇടമുണ്ടെങ്കിൽ നിങ്ങളല്ലേ ഭരിക്കുന്നത്, നിങ്ങളുടെ സംവിധാനമല്ലേ ഷാഫി പറമ്പിലിനെ കൂടെ പ്രതി ചേർത്ത് നിങ്ങൾ കേസെടുക്കുന്നേ, അന്വേഷിക്കുന്നേ? നിങ്ങളിങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് ഈ പറഞ്ഞ പോലെ കുറെ സംഭവങ്ങൾ കൊണ്ടുവന്ന് കോൺഗ്രസ് നേതാക്കളെ എല്ലാം അങ്ങ് പ്രതിക്കൂട്ടിൽ നിർത്തി കളയാമെന്ന് ഇങ്ങനെ വായിൽ തോന്നുന്ന എന്തും വിളിച്ചു പറഞ്ഞ് മുന്നോട്ട് പോകാമെന്നുള്ള രീതി അത് അംഗീകരിച്ച് തരാൻ വേണ്ടി കഴിയില്ല. പിന്നെ ഷാഫി പറമ്പിലുള്ള നിങ്ങളുടെ ചുരുക്ക് നന്നായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും കനത്ത തിരിച്ചടി അത് പാലക്കാടും തന്നിട്ടുണ്ട്, ഈ പറഞ്ഞ വടകരയിൽ തന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ടും ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഷാഫി പറമ്പിലിന്റെ ഓരോ മുന്നോട്ടുള്ള പോക്കും നിങ്ങൾക്ക് ഏറ്റവും വലിയ ഭീഷണിയാണ്. പിന്നെ നിങ്ങളുടെ ഈ ധാർമ്മികതയൊക്കെ, നിങ്ങളുടെ ഈ പറഞ്ഞ വിലപിക്കലൊക്കെ നിങ്ങളുടെ സ്വന്തം സഹപ്രവർത്തകർക്കിടയിൽ, നിങ്ങളുടെ തന്നെ ഡിവൈഎഫ്ഐ നേതാക്കളുടെ പരാതിയിലല്ലേ ഈ പറഞ്ഞ PK ശശിയുടെ തീവ്രതയൊക്കെ അളന്നത്? അന്ന് തീവ്രത അളക്കാൻ വന്ന AK ബാലനെയും ശ്രീമതി ടീച്ചറെ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ തീവ്രത അളന്ന് മോശമായി പോയെന്ന് പറഞ്ഞ് വഴിയിൽ തടഞ്ഞ് അവർക്കെതിരെ പ്രതിഷേധം ഉണ്ടായോ? ഈ രീതിയിലേക്ക് നിങ്ങൾ ഈ പറഞ്ഞ തോന്നിവാസികൾ മുഴുവൻ കാണിക്കുക. നിങ്ങളുടെ കൂട്ടത്തിലെ MLA മാർക്കൊക്കെ എന്ത് തോന്നിവാസവും കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനൊന്നും ഉത്തരവില്ല, ഡിവൈഎഫ്ഐക്ക് അതിനകത്തൊരു മറുപടിയില്ല, ഒരു പ്രതിഷേധമില്ല. എന്തിനേറെ പുറത്തു പറയേണ്ട പാർട്ടിക്കകത്തെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട, നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട MLA-ക്കെതിരെ ഉണ്ടായ പീഡന പരാതിയിൽ, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മന്ത്രിമാർക്കെതിരെ ഉണ്ടായിരുന്ന ഇത്തരം അശ്ലീല സന്ദേശങ്ങളുടെ വിഷയങ്ങളിൽ അങ്ങനെ എന്തൊക്കെ എത്രയോ ഉദാഹരണങ്ങൾ ഉണ്ടായിട്ട് അതിലേതെങ്കിലും ഒരു തരിമ്പൊരു ശതമാനം ആത്മാർത്ഥതയോടുകൂടി നിലപാട് പറഞ്ഞ പ്രസ്ഥാനമായിരുന്നു ഡിവൈഎഫ്ഐ എങ്കിൽ നിങ്ങൾ ഈ പറയുന്നതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടാവുമായിരുന്നു. പക്ഷേ അതിലൊന്നും പറയാതെ, അതിലൊന്നും ഒരു അക്ഷരം ഉരിയാടാതെ ഇപ്പൊ വന്ന് വലിയ ഗീർവാണ പ്രസംഗം അടിക്കുമ്പോൾ അതൊന്നും അംഗീകരിച്ച് തരാൻ വേണ്ടി കഴിയില്ല. നിങ്ങളുടെ നിലപാടൊക്കെ ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഈ സമീപനം സ്വീകരിക്കാൻ കഴിയുമായിരുന്നു. നിങ്ങളുടേത് കേവലം രാഷ്ട്രീയ താല്പര്യം മാത്രം മുൻനിർത്തിയിട്ടുള്ളതാണ്, കേവലം ചില നേതാക്കന്മാരെ മാത്രം ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ആത്മാർത്ഥമായ സമീപനമല്ല ഈ വിഷയത്തിൽ ഡിവൈഎഫ്ഐക്കുള്ളത്. കോൺഗ്രസിനോടുള്ള നിലപാട് ഒന്ന്, BJP-യോടുള്ള നിലപാട് മറ്റൊന്ന്. ആ രീതിയിലേക്കുള്ള തരംതിരിവോട് കൂടിയിട്ടുള്ള സമീപനം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ നിലപാടിൽ ഒരു തരിമ്പും ആത്മാർത്ഥതയില്ല.
എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. അത് പ്രകടമാണ്. അത് ഏതെങ്കിലും രീതിയിൽ കോൺഗ്രസ് വക്താക്കൾ പറയണ്ടോ അല്ലെങ്കിൽ പൊതുയോഗം നടത്തി പ്രസംഗിക്കുക വേണ്ട, അത് ഞങ്ങൾക്ക് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളിൽ നിങ്ങളുടെയും നിങ്ങളുടെ നേതാക്കന്മാരുടെയും പ്രതികരണങ്ങളിൽ നിന്നുൾപ്പെടെ ഞങ്ങൾക്കും കേരളത്തിലെ പൊതുസമൂഹത്തിനും അത് ബോധ്യമാണ്. നിങ്ങൾ ഈ ജനങ്ങളുടെ ആകെ അട്ടിപ്പർ അവകാശമൊന്നും ഡിവൈഎഫ് ഏറ്റെടുക്കേണ്ട. ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ, എന്താണ് ഇതിലെ ഗൂഢാലോചന, എന്താണ് ഇതിലെ രാഷ്ട്രീയ താല്പര്യം, ഇവിടെ എന്താ നടക്കുന്നതിനെ കുറിച്ച് നല്ല ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതിൽ നിങ്ങളുടെ നിലപാടിനെ സംബന്ധിച്ചും നിങ്ങളുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡിനെ സംബന്ധിച്ചും ജനങ്ങളുടെ എല്ലാം അട്ടിപ്പറവകാശം ഏറ്റെടുക്കുകയാണോ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അപ്പുറത്തിരുന്ന് വല്ലാതെ വാചാലനായി കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. ഇവിടെ ജയിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. ഷാഫി പറമ്പിലിന്റെ ജയത്തെ ഞങ്ങൾ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല, ജയം അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ജനാധിപത്യ പ്രക്രിയയിൽ ജയമല്ല ഏറ്റവും വലുത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ നരേന്ദ്രമോദി അംഗീകരിക്കുന്നുണ്ടോ? അപ്പൊ ജയവും തോൽവിയെല്ലാം മാറി വരും. ഇവിടെ രാഷ്ട്രീയ നിലപാടുകൾക്കാണ് ഏറ്റവും വലിയ പ്രസക്തിയുള്ളത്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നിട്ടുള്ള രാഷ്ട്രീയ മാലിന്യത്തെ പാലക്കാട്ടിലെ ജനതയുടെ മേൽ തള്ളിക്കൊണ്ടുവന്നത് ആര്? ഷമ്മാസ് ഏത് ജില്ലക്കാരനാണെന്ന് അറിയില്ല. പാലക്കാട്ടിലെ ജനതയുടെ മേൽ അടിച്ചേൽപ്പിച്ച ഒരു സ്ഥാനാർത്ഥിയായിരുന്നില്ലേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞത് CPM-കാരല്ല. ഇവിടുത്തെ ഒരു വിഭാഗം കോൺഗ്രസിന്റെ നേതാക്കന്മാർ, DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ, അവരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ അംഗീകരിക്കാൻ വേണ്ടി തയ്യാറായില്ലല്ലോ. എന്തുകൊണ്ടാണ്? അന്നേ ഇദ്ദേഹം ഇങ്ങനെ ഒരു കോഴിത്തരമുള്ള ഒരാളാണ് എന്നും അവരെ ഈ മണ്ഡലത്തിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പാടില്ല എന്നും തീരുമാനിച്ചത് ഈ ജില്ലയിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരായിരുന്നു. പക്ഷെ ഷാഫിയുടെ ഒരൊറ്റ നിർബന്ധ പ്രകാരമാണ് ആ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ മാലിന്യത്തെ പാലക്കാട് ജില്ലയിൽ എത്തിച്ച് ഇന്ന് അതിന്റെ വിഴുപ്പ് പാലക്കാട്ടിലെ ജനങ്ങൾ പേറണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ച് തരാൻ വേണ്ടി കഴിയില്ല. അതിൽ ഷാഫിക്ക് പങ്കുണ്ട്. വളരെ വ്യക്തമായിട്ടല്ലേ നമ്മൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, അതിൽ നിന്ന് ഷമ്മാസ് വേഗം ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. എന്തേ ഷാഫി ഒരു പത്രക്കാരോട് വലിയ സ്നേഹമുള്ള ആളാണ് ഷാഫി പറമ്പിൽ. എന്നാൽ ഈ ദിവസങ്ങളിൽ ഒരിക്കൽ പോലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിനകത്ത് അദ്ദേഹത്തെ പരസ്യമായി തള്ളി പറയാൻ വേണ്ടി തയ്യാറുണ്ടോ? നിങ്ങൾ ഈ പ്രതിഷേധത്തിന്റെ മറവിൽ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ വെളുത്തു പോകില്ല രാഹുൽ എന്ന് പറയുന്ന മാലിന്യം. ആ മാലിന്യത്തിനെ പാലക്കാട്ടിലെ ജനങ്ങൾ കൈകാര്യം ചെയ്യും. എന്തേ 15 ദിവസമായല്ലോ ഇവിടെ നിന്ന് ഒളിച്ചോടി പോയിട്ട് MLA എന്നുള്ള നിലയിൽ പാലക്കാട്ടിലെ ജനങ്ങളുടെ വികസന പ്രവർത്തനത്തിനകത്ത് വലിയ പോരായ്മയല്ലേ വന്ന് നിലനിൽക്കുന്നത്. ഈ 15 ദിവസം ഒളിച്ചോടി MLA എന്തുകൊണ്ട് ഈ പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്നും പാലക്കാട്ടേക്ക് തിരിച്ചു വരാൻ വേണ്ടി തയ്യാറാകുന്നില്ല? ജനങ്ങളുടെ രോഷത്തെ പേടിച്ചുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ജനകീയ രോഷം എന്താണ് എന്നുള്ളത് ഈ വരും ദിവസങ്ങളിൽ കാണിച്ചു തരും. DYFI എന്താണ് എന്നുള്ളതും കാണിച്ചു തരും. MLA എന്ന് പാലക്കാട്ടിലേക്ക് വന്നോട്ടെ, എന്താണെന്നുള്ള വിഷയം നമ്മൾ കാണിച്ചു തരും. പിന്നെ ശരി, ജയദേവൻ ആ പോയിന്റ് വ്യക്തമാണ്. ഷമ്മാസ്, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, സമയപരിമിതി ഉള്ളതുകൊണ്ടാണ്. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന പറഞ്ഞോളൂ. ഇവിടെ ഇന്ന് ഷാഫി പാലക്കാടുണ്ട്. പാലക്കാടുള്ള ഷാഫിയെ വഴിതടയണമെന്ന് DYFI തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഷാഫിക്ക് വീടിനുള്ളിൽ തന്നെ ഇരിക്കേണ്ടി വരും. ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. ഷാഫിയെ വഴിതടയണമെന്നുള്ളതല്ല തീരുമാനിച്ചിട്ടുള്ളത്. ഷാഫിയുടെ വായ അടപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചില്ല. ഷാഫി വായ തുറക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഷാഫി വാ തുറന്ന് ഈ കാര്യങ്ങളെല്ലാം പറയണം. പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ പറയുന്ന തരത്തിലേക്ക് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആഭാസനെ ചുമക്കേണ്ടി വന്നതിന്റെ ഗതികേട് എന്തായിരുന്നു എന്നുള്ളത് വിളിച്ചു പറയാൻ വേണ്ടി തയ്യാറാകണം. അല്ലാത്തിടത്തോളം കാലം ജനങ്ങൾ ഇത് സംശയിക്കും. ജനങ്ങൾ എന്തുകൊണ്ട് ഷാഫി ഇത് പറക്കുന്നു എന്ന് തീരുമാനിച്ചാൽ ഷാഫിക്കും അപ്പൊ എന്തോ ഇതിനകത്ത് പങ്കുണ്ട്. അത് സ്വാഭാവികമല്ലേ? ശരി, ആ പോയിന്റ് വ്യക്തമാണ്. ശ്രീ ഷമ്മാസ്, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ വിധത്തിൽ വലിയ ആരോപണങ്ങളുടെ പെരുമഴയത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ ഷാഫി പറമ്പിലിനെതിരെ ഇപ്പോൾ DYFI അങ്ങനെ പ്രതിഷേധിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി അതിനെതിരായ പ്രതിഷേധങ്ങളിലൂടെ രാഹുലിനെ വെളുപ്പിക്കാനാണോ യഥാർത്ഥത്തിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ ശ്രമിക്കുന്നത്? ഒരിക്കലുമല്ല ബിനിൽ. ഇവിടെ രാഹുലിനെ കോൺഗ്രസിന് വെളുപ്പിക്കാനാണെങ്കിൽ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട സാഹചര്യം കോൺഗ്രസിനുണ്ടോ? അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ടോ? അദ്ദേഹത്തെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യം കോൺഗ്രസിന്, ആ നിലപാട് കോൺഗ്രസ് സ്വീകരിക്കും. ആ രീതിയിലുള്ള ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളും അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ഈ പറയപ്പെട്ട വിഷയങ്ങളുടെ എല്ലാം
കാര്യത്തിൽ കോൺഗ്രസിനുള്ള നിലപാട് വളരെ കൃത്യമാണ്. അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള വേർതിരിവ്, അത് ഷാഫി പറമ്പിലെന്നോ മറ്റ് KPCC പ്രസിഡന്റ് എന്നോ പ്രതിപക്ഷ നേതാവെന്നുള്ള വേർതിരിവ് ഒന്നുമില്ല. അക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി തന്നെ അദ്ദേഹത്തിന് രാജിവെക്കണം MLA സ്ഥാനം എന്ന് പോലും നിലപാട് സ്വീകരിച്ച ആളുകൾ കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിനകത്ത് ആ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെളുപ്പിച്ചെടുക്കേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല. അദ്ദേഹം ഒരു MLA ആണ്. അല്ല, ഞാൻ പറഞ്ഞത് താങ്കൾ പറയുന്നത് വളരെ സഹിഷ്ണുതയോടെ ഞാനും കേട്ടു. അപ്പോൾ ആ രീതിയിൽ പിന്നെ ഇവരിപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഇതിനെ ഒന്ന് കൈകാര്യം ചെയ്യാനാണ് ഇപ്പോൾ ഇവർ ഷാഫി പറമ്പിലിനെതിരെ കയറിയത്. അദ്ദേഹം തന്നെ തുടക്കത്തിൽ പറഞ്ഞു ഇതൊക്കെ ഒരു നാടകമാണ്, ഷാഫി പറമ്പിലിൻ്റെ നാടകമാണെന്നൊക്കെ. ഷാഫി പറമ്പിൽ അങ്ങനെ നാടകമാണെങ്കിൽ അതിലെ സഹനടന്മാരായിരുന്നു DYFIയുടെ വടകരയിലെ ഈ പറയപ്പെട്ട നേതാക്കന്മാരൊക്കെ, അവിടെ പോലീസും ഈ പറഞ്ഞ DYFIയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരൊക്കെ കൂടി ചേർന്ന് നാടകം കളിച്ചു എന്നാണ് താങ്കൾ പറഞ്ഞത്. എന്ത് വിഡ്ഢിത്തരാണ് ഈ രീതിയിലൊക്കെ താങ്കളുടെ ഭാഗത്തൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ? ഇതൊന്നും ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നില്ല. ഇക്കാര്യത്തിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലായാലും ഈ ഉയർന്നു വന്ന എല്ലാ തരത്തിലുള്ള വിഷയത്തിലും സമാനമായ എല്ലാ ആരോപണങ്ങളിലും കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഏറ്റവും മാതൃകാപരമായ നടപടി തന്നെ ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. അതെല്ലാം ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ ഉൾപ്പെടെ അംഗീകരിച്ചിട്ടുള്ളതുമാണ്. അതിലേതെങ്കിലും തരത്തിൽ DYFIയുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ജനസമക്ഷം ഈ വിഷയങ്ങൾ അവതരിപ്പിച്ച് അതിന്റെ വ്യക്തമാണ്. എന്തായാലും ഷാഫിയെ തടയണമോ എന്നുള്ളതായിരുന്നു ചോദിച്ചത്. ജയദേവൻ DYFIയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ്, ഒപ്പം തന്നെ മുഹമ്മദ് ഷമാസ് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നിവരാണ് അതിഥികളായി എത്തിയത്. ഇത് രണ്ടുപേർക്കും നന്ദി.